പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമവേദിയിലേക്ക് സുസ്വാഗതം. കഥ കേൾക്കുവാൻ കഥോർത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഇന്ന് കഥയുമായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ രത്നമണി അമ്മ ടീച്ചറാണ്. ടീച്ചറെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും കഥ കേൾക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടീച്ചർ നമുക്ക് വേണ്ടി കഥ പറയാൻ പോവുകയാണ്. എല്ലാവരും കേൾക്കണം കേട്ടോ. ഓം. പ്രിയ കർണാമൃതം ശ്രോതാക്കളെ, ഇന്ന് എന്നെ ഈ കർണാമൃതം ചാനലിലേക്ക് കഥ പറയാൻ ക്ഷണിച്ച മിനി മുരളീജിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്നു. ഞാൻ ഒരു കഥ പറയുന്നു. ഞാൻ രത്നമണി. എൻ്റെ കഥയുടെ പേര് അത്യാഗ്രഹം വരുത്തിവെച്ച വിന. നമുക്ക് കഥയിലേക്ക് കടക്കാം. പണ്ട് ഒരു രാജ്യത്ത് പരീക്ഷിത് എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. നമ്മൾ ഒരു പരീക്ഷത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലേ? മഹാഭാരതത്തിൽ, അതുപോലെ തന്നെ ഭാഗവതത്തിലും. ആ സത്രത്തിന് ഹാജരായ അല്ലെങ്കിൽ അഭിമന്യു പുത്രനായ പരീക്ഷിത്തല്ല ഈ പരീക്ഷിത്ത്. ഇത് മറ്റൊരു പരീക്ഷിത്താണ്. മറ്റൊരു രാജ്യത്തെ പരീക്ഷിത്ത് എന്ന പേരായ ഒരു രാജാവ്. അദ്ദേഹത്തിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. ശലൻ, ബലൻ, ദലൻ എന്നിങ്ങനെ. സുശോഭന എന്നായിരുന്നു പത്നിയുടെ പേര്. പരീക്ഷത്തിൻ്റെ പത്നിയുടെ പേര് സുശോഭന എന്നായിരുന്നു. ആ സുശോഭനയിൽ പരീക്ഷത്തിനുണ്ടായ പുത്രന്മാരാണ് ഈ 3 പുത്രന്മാർ: ശലൻ, ബലൻ, ദലൻ. കാലങ്ങൾ കടന്നുപോയി. പരീക്ഷത്തിന് വാർദ്ധക്യം ബാധിച്ചു. അങ്ങനെ വാർദ്ധക്യം ബാധിച്ച പരീക്ഷിത്ത് മൂത്ത മകനായ ശലനെ രാജാവായി വാഴിച്ചു. ശലന് ചില ദുശീലങ്ങളുണ്ടായിരുന്നു. രാജാവാണെങ്കിലും അദ്ദേഹത്തിന് എന്ത് നല്ല വസ്തുക്കൾ കണ്ടാലും തനിക്ക് വേണം എന്നുള്ളൊരാഗ്രഹം. അതുപോലെ തന്നെ അത് എന്തു വില കൊടുത്തും അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാനുള്ള ആ ഒരു ത്വര അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. നല്ല സാധനങ്ങളെല്ലാം രാജാവിനാണെന്നുള്ള ഒരു ബോധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ രാജ്യത്ത് എന്ത് കണ്ടാലും അദ്ദേഹം കൈക്കലാക്കിയിരുന്നു. മൂഢനായ ഒരു രാജാവായിരുന്നു അദ്ദേഹം. പ്രജകളെല്ലാം ഇത് കണ്ട് വളരെ വിഷമിച്ച് ജീവിച്ചിരുന്നു. എന്ത് നല്ലത് ഉണ്ടായാലും രാജാവിന് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ഇരിക്കെ ഈ ശലൻ അച്ഛനെ പോലെ തന്നെ നായാട്ടിൽ അതിയായ കമ്പം ഉണ്ടായിരുന്നു. ശലനും നായാട്ടിൽ വലിയ കമ്പം ഉണ്ടായിരുന്നു. പരീക്ഷത്തിനും ആ കമ്പം ഉണ്ടായിരുന്നു. അങ്ങനെ മഹാഭാരതത്തിൽ നമ്മളറിയുന്ന ആ അഭിമന്യുപുത്രനായ പരീക്ഷത്തിനും ഈ നായാട്ടിൽ കമ്പമുണ്ടായിരുന്നു ഇല്ലേ? അതുപോലെ തന്നെ ദശരഥനും നമ്മൾ കേട്ടിട്ടില്ലേ? 2 പേരും ആ നായാട്ടിൽ പോയിട്ട് അപകടത്തിൽ ആയിട്ടാണ് നമ്മൾ കേട്ടത് അല്ലേ? അതുപോലെ തന്നെ ഈ പരീക്ഷത്തിനും നായാട്ടിൽ അതിയായ ഭ്രമം അല്ലെങ്കിൽ കമ്പം ഉണ്ടായിരുന്നു. ഒരിക്കൽ തൻ്റെ പരിവാരങ്ങളോടൊത്ത് നായാട്ടിനായി അദ്ദേഹം ഒരു രഥത്തിൽ കയറി കാട്ടിലെത്തി. നായാട്ടിനിടെ ഒരു മാനിനെ പിന്തുടർന്ന രാജാവ് അതിനൊപ്പമെത്താനായി പരമാവധി പരിശ്രമിച്ചു. എങ്ങനെയെങ്കിലും ആ മാനിനെ പിടിച്ചേ പറ്റൂ. കുതിരകളെ വേഗത്തിൽ ഓടിക്കൂ എന്ന് ശലൻ സൂതനോട് പറഞ്ഞു.
തേർ ഓടിക്കുന്ന ആളാണ് സൂതൻ. ആ സൂതനോട് വേഗം ഓടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ശലൻ. സൂതൻ എത്ര ശ്രമിച്ചിട്ടും കുതിരകൾക്ക് മാനിനൊപ്പം എത്താൻ കഴിഞ്ഞില്ല. നിരാശനായ സൂതൻ ആരോടുന്നില്ലാതെ പറഞ്ഞു. ഇതിൻ്റെ കൂടെ എത്താനേ കഴിയുന്നില്ല. അതുകൊണ്ട് നിരാശനായി സൂതൻ. അങ്ങനെ അദ്ദേഹം ആരോടുന്നില്ലാതെ പറഞ്ഞു. ആത്മഗതമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അത് ലേശം ഉറക്കെയായിപ്പോയി. അദ്ദേഹം ഇതാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സാക്ഷാൽ വാമദേവൻ്റെ കുതിരകളെ പൂട്ടിയ രഥം പോലും ഈ മാനിനൊപ്പം എത്തുകയില്ല. ഇത് രാജാവ് കേട്ടു. എന്ത് ഇങ്ങനെ മെല്ലെ പറയുന്നത്. അപ്പോൾ മെല്ലെ എന്തെങ്കിലും പറഞ്ഞാൽ മെല്ലെ പറയുന്നത് കേൾക്കാൻ ചിലർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അവിടേക്കായിരിക്കും ശ്രദ്ധ. പിറുപിറുക്കുന്നത് കേൾക്കാൻ ചിലർക്കെല്ലാം താല്പര്യമാണ്. അങ്ങനെ വാമദേവനും കുതിരകൾ ഇങ്ങനെ വാമദേവൻ്റെ കുതിരകളോ പിറുപിറുത്തത് അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തി. മെല്ലെ പിറുപിറുത്തത്, വാമദേവൻ്റെ കുതിരകളോ, അവയ്ക്കെന്താ ഇത്രയും പ്രത്യേകത? രാജാവ് ചോദിച്ചു. അപ്പോൾ അത് പറയാനായിട്ട് ഈ സൂതൻ വിഷമിക്കുകയാണ്. അത് എന്ന് പറഞ്ഞ് സൂതൻ പരിങ്ങി. പറഞ്ഞാൽ പ്രശ്നമാകും. നമുക്കറിയാമല്ലോ രാജാവിൻ്റെ സ്വഭാവം. അതുകൊണ്ട് അത് പ്രശ്നമാകും. ഈ മണ്ടൻ രാജാവിന് ഉടനെ അവയെ കിട്ടണം എന്ന ആഗ്രഹം തോന്നും. ആഗ്രഹമാണ് എല്ലാത്തിലും നല്ലത് കണ്ടാൽ ഉടനെ തനിക്ക് കിട്ടണമെന്ന ആഗ്രഹം. ആ ആഗ്രഹമാണ് അയാൾക്ക് വിനയായിട്ട് വരുന്നത്. ആ ആഗ്രഹം തോന്നും. വാമദേവൻ്റെ കുതിരകൾ മനോവേഗമുള്ള കുതിരകളാണ്. മനസ്സുപോലെ വേഗത്തിൽ പായുന്നവ. വാമദേവ മഹർഷിയുടെ ആശ്രമത്തിലെ ദിവ്യാവശ്യങ്ങൾ, ആ വാമദേവ മഹർഷിയുടെ ആശ്രമത്തിലെ ദിവ്യാശ്വങ്ങൾ അദ്ദേഹത്തിൻ്റെ തപസിദ്ധിയുടെ വരഫലങ്ങളാണ്. വാമദേവ മഹർഷിയുടെ ആശ്രമത്തിലെ ദിവ്യാശ്വങ്ങൾ അദ്ദേഹത്തിൻ്റെ തപസിദ്ധിയുടെ വരഫലങ്ങളാണ്. തപസ്സിലൂടെ അദ്ദേഹം നേടിയെടുത്തതാണ് ഈ അശ്വങ്ങളെ. സൂതൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ആ മറുപടി പറയാത്തത് കാരണം രാജാവ് ക്രുദ്ധനായി. രാജാവ് ചോദിച്ചു, നീ പറയുന്നോ അതോ നിന്നെക്കൊണ്ട് പറയിക്കണോ? ഉടനെ തന്നെ രാജാവ് വാൾ ഊരി. ഇത് കണ്ടു ഭയന്ന സൂതൻ വിക്കി വാമദേവ മഹർഷിയുടെ കുതിരകളുടെ വേഗത്തെക്കുറിച്ച് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ വേഗം തന്നെ രഥം വാമദേവാശ്രമത്തിലേക്ക് നയിക്കുക, രാജാവ് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ചാൽ പിന്നെ സൂതന് അത് അനുസരിക്കാതെ വയ്യല്ലോ. സൂതൻ മഹാതപസ്വിയായ വാമദേവൻ്റെ ആശ്രമത്തിലേക്ക് രഥം തെളിച്ചു. രാജാവിനെ കണ്ട മാത്രയിൽ തന്നെ മഹർഷി പുഞ്ചിരി തൂകി സ്വീകരിച്ചു. വരൂ മഹാരാജൻ, ഈ പാവം മുനിയുടെ ആശ്രമത്തിലേക്ക് വന്നതിൻ്റെ കാരണമെന്താണ്? രാജാവ് പറഞ്ഞു, മഹർഷേ, ഞാൻ ഒരാവശ്യവുമായി വന്നതാണ്. നായാട്ടിനിറങ്ങിയ എന്നെ ഒരു മാൻ തോൽപ്പിച്ചു കളഞ്ഞു. അതിനെ പിടിക്കാൻ അങ്ങയുടെ ദിവ്യാശ്വങ്ങളുടെ സഹായം എനിക്ക് വേണം. അങ്ങയുടെ കുതിരകളെ എനിക്ക് തരിക. വളരെ വിനയത്തോടെ ശലൻ പറഞ്ഞു. രാജാവേ, മനോവേഗമുള്ള കുതിരകളാണിവ. കേവലം മൃഗയാവിനോദത്തിന് ഉപയോഗിക്കേണ്ടവ അല്ല അത്. ആപൽഘട്ടങ്ങളിലാണ് ശക്തമായ ആയുധം പ്രയോഗിക്കേണ്ടത്. പക്ഷേ താങ്കൾ ആദ്യമായി ചോദിച്ചതല്ലേ, കൊണ്ടുപോയിക്കൊള്ളൂ. പക്ഷേ ഒരു വ്യവസ്ഥ, നായാട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപ് കുതിരകളെ എനിക്ക് മടക്കി നൽകണം. വാമദേവ മഹർഷി പറഞ്ഞു. രാജാവ് അത് സമ്മതിച്ചു. അവർ കുതിരകളെ തങ്ങളുടെ രഥത്തിൽ പൂട്ടി മനോവേഗത്തിൽ
മാനിനു പിന്നാലെ പാഞ്ഞു. മാനിനെ പിടികൂടി. രഥം എന്താണ് വാമദേവൻ പറഞ്ഞിരിക്കുന്നത്? രഥം തിരിച്ച് വാമദേവൻ്റെ ആശ്രമത്തിൽ എത്തിക്കണമെന്നാണ്. ഉടനെ സൂതൻ എന്ത് ചെയ്തു? രഥം വാമദേവ ആശ്രമത്തിലേക്ക് തിരിക്കാൻ ഒരുങ്ങി. ആ സൂതനെ നോക്കി രാജാവ് കള്ളച്ചിരിയോടെ പറഞ്ഞു, ഇത്തരം ദിവ്യ ഐശ്വര്യങ്ങളൊക്കെ മുനിമാർക്ക് എന്തിനാണ്? നീ രഥം കൊട്ടാരത്തിലേക്ക് വിടൂ. സൂതൻ ഞെട്ടി. വാമദേവൻ്റെ ശക്തി അറിയാതെയാണ് ഈ രാജാവ് കളിക്കുന്നത്. ഇത് തീക്കളിയാവും. ഈശ്വര, എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. സൂതൻ രാജാവ് പറഞ്ഞതുപോലെ അനുസരിച്ചു. നേരെ രഥം കൊട്ടാരത്തിലേക്ക് വിട്ടു. 1 മാസം കഴിഞ്ഞിട്ടും ശലൻ തൻ്റെ കുതിരകളെ തിരികെ തരുന്നില്ല എന്നറിഞ്ഞ മഹർഷി തൻ്റെ ശിഷ്യനായ ആത്രേയനെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ശിഷ്യൻ കൊട്ടാരത്തിലെത്തി രാജാവിനോട് പറഞ്ഞു, താങ്കൾ എൻ്റെ ഗുരുദേവനായ വാമദേവ മഹർഷിയിൽ നിന്നും കടം വാങ്ങിയ കുതിരകളെ ഇതുവരെ തിരികെ തന്നില്ല. അത് എത്രയും വേഗത്തിൽ ആശ്രമത്തിലെത്തിക്കാൻ സ്വാമി പറഞ്ഞിരിക്കുന്നു. രാജാവ് ആത്രേയനോട് ചോദിച്ചു, കടം വാങ്ങിയെന്നോ? ഈ രാജ്യത്തെ സർവസ്വം രാജാവായ എനിക്ക് അർഹതപ്പെട്ടതാണ്. ആ കുതിരകളും എനിക്ക് അവകാശപ്പെട്ടതാണ്. അത് ഞാൻ തിരികെ തരുന്നില്ല എന്ന് നിങ്ങളുടെ ഗുരുവിനോട് ചെന്ന് പറഞ്ഞേക്കൂ. രാജാവിൻ്റെ സന്ദേശം മനസ്സിലാക്കിയ വാമദേവൻ നേരിട്ട് കൊട്ടാരത്തിലെത്തി. മഹാരാജാവേ, അദ്ദേഹം എന്ത് ചെയ്തു? നേരിട്ട് ശലൻ്റെ കൊട്ടാരത്തിലെത്തി. ഉടനെ വാമദേവൻ പറഞ്ഞു, മഹാരാജാവേ, ഇക്ഷ്വാകു വംശത്തിൻ്റെ മഹത്വം താങ്കൾ നശിപ്പിക്കരുത്. വാക്കുപാലിക്കാത്തവൻ രാജാവായിരിക്കാൻ യോഗ്യനല്ല. ഇതിന് മറുപടിയായി താങ്കൾക്ക് എന്തിനാണ് കുതിരകൾ എന്നും കാൽനടയായി മാത്രം സഞ്ചരിക്കുന്ന സർവസംഘ പരിത്യാഗിയായ അങ്ങേക്ക് എന്തിനാണ് കുതിരകൾ? ഇതാണ് ആ ശലൻ അദ്ദേഹത്തോട് ചോദിച്ചത്. കുതിരകളൊക്കെ ആവശ്യം രാജാവിനല്ലേ? കുതിരകളെയൊക്കെ ആവശ്യം രാജാവിനല്ലേ? ഇത് കയ്യിലുണ്ടെങ്കിൽ ഏത് യുദ്ധവും ജയിക്കാം. ദിവ്യാശ്വങ്ങളല്ലേ എന്ന് രാജാവ് പറഞ്ഞു. താങ്കൾക്ക് ദിവ്യാശ്വങ്ങൾ വേണമെങ്കിൽ തപസ്സു ചെയ്ത് നേടിക്കൊള്ളൂ. അല്ലാതെ മറ്റൊരുവൻ്റെ തപഫലം തട്ടിയെടുക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് ആത്രേയൻ വാമദേവ മഹർഷി പറഞ്ഞു. സമയം വൈകുന്നു, കുതിരകളെ വേഗം തിരിച്ചു തരിക എന്ന് വാമദേവ ഋഷി തിടുക്കം കൂട്ടി. രാജാവ് ഇതിനുള്ള മറുപടിയായി, മഹർഷി, താങ്കൾക്ക് ആവശ്യമുള്ള കുതിരകളെ ഞാൻ തരാം. എത്ര കുതിരകൾ വേണോ ഞാൻ തരാം. ഈ ദിവ്യാശ്വങ്ങളെ പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കണ്ട. രാജാവ് വാക്കുകൾക്ക് മൂർച്ച കൂട്ടി. അങ്ങനെയാണ് പറഞ്ഞത്, മൂർച്ച കൂട്ടിയാണ് പറഞ്ഞത്. അല്പം അഹങ്കാരത്തോടു കൂടിയും ആണ് പറഞ്ഞത്. ഓഹോ, രാജൻ, ഇതെന്നോട് വേണ്ട, അതെന്നോട് വേണ്ട, തിരികെ തരാം എന്ന് പറഞ്ഞാണ് കുതിരകളെ കൊണ്ടുപോകുന്നത്. എന്നിട്ടിപ്പോൾ ഭീഷണിയുടെ സ്വരം ഉയർത്തുന്നതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കും. മുനിയുടെ സ്വരവും കനത്തു. രാജാവ് ആജ്ഞാപിച്ചു, ഇയാളെ പിടിച്ച് തുറുങ്കിലടയ്ക്കൂ. ശേഷിച്ച കാലം അവിടെ കിടക്കട്ടെ. കള്ള സന്യാസി. ഭടന്മാർ മഹർഷിയെ പിടികൂടാനായി ഓടിക്കൂടി. പെട്ടെന്ന് ആരോ അടിച്ചു വീഴ്ത്തിയതുപോലെ ഭടന്മാർ ദൂരെ തെറിച്ചു വീണു. രാജാവ് നോക്കി നിൽക്കെ ഭീകരരൂപികളായ 4 രാക്ഷസന്മാർ മഹർഷിയുടെ ചുറ്റും നിരന്നു. അപ്പോഴേക്കും ശലൻ്റെ സഹോദരന്മാരായ ദലനും ബലനും ഒക്കെ വന്നെത്തി. രാക്ഷസന്മാരുമായി അവർ യുദ്ധം തുടങ്ങി. ഒടുവിൽ രാജാവ് മരിച്ചു വീണു. അതായത് ശലൻ മരിച്ചു വീണു. വിഷം പുരട്ടിയ
അമ്പ് എയ്ത് ഇതാ നിന്നെ ഈ ഇതാ ഞാൻ ഇതാ ഈ കള്ളസന്യാസിയെ വധിക്കുവാൻ പോകുന്നുവെന്ന് ദലൻ വിളിച്ചു പറഞ്ഞു. വിഷം പുരട്ടിയ അമ്പ് മഹർഷി പുഞ്ചിരിയോടെ സ്വീകരിച്ചു. ഈ ശരം അന്തഃപുരമുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ പുത്രനിലേൽക്കട്ടെ എന്നു പറഞ്ഞ് തിരിച്ചയച്ചു. പുറത്തുനിന്നും ദലന്റെ കുട്ടിയുടെ ദീനരോദനം ഉയർന്നു കേട്ടു. ദലന് വാശിയായി. വീണ്ടും ഒരസ്ത്രം അയാൾ മുനിയുടെ നേരെ എയ്തു. ഇത് നിന്റെ പത്നിയുടെ ഹൃദയത്തിലേൽക്കട്ടെ, മുനി പറഞ്ഞു. അമ്പേറ്റ് ഇളയ മഹാറാണിയും മരിച്ചു വീണു. ഇത്രയുമായപ്പോഴേക്കും രാജസോദരനായ ദലന് കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടി. തപശക്തിക്ക് ആയുധത്തേക്കാൾ ബലം ഏറും എന്ന് അയാൾ മനസ്സിലാക്കി. മഹർഷിയുടെ കാലിൽ വീണ് മാപ്പു പറഞ്ഞ് കുതിരകളെ തിരികെ നൽകി. നമുക്ക് ഈ കഥയിലൂടെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥയിലൂടെ പറഞ്ഞ വാക്ക് അത് പാലിക്കാനുള്ളതാണ്. അത് ലംഘിക്കുന്നവർക്ക് മരണം ആണ് ശിക്ഷ എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കഥ. അതിലപ്പുറം അത്യാഗ്രഹം മൂലം അന്യൻ്റെ മുതൽ അപഹരിക്കുന്നവർക്ക് വരുന്ന ദുരന്തം അതുകൂടി ഇവിടെ മനസ്സിലാക്കണം. ഇത് രണ്ടും കൂടി ഇവിടെ എന്തായി തീർന്നു? സമ്പൂർണ്ണ നാശമാണ് വരുന്നത്. ഇങ്ങനെ അതാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ്? അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. ആ ആഗ്രഹത്തിന് പുറകെ ആഗ്രഹിച്ച വസ്തു കിട്ടി. തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ആഗ്രഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് ആ വസ്തു തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ വാക്കുമാറി. അങ്ങനെ സർവനാശത്തിലേക്ക് എത്തിച്ചേർന്നു ആ രാജാവ്. ആ രാജാവിൻ്റെ കുടുംബം തന്നെ നശിച്ചുപോയി. ഇതാണ് ഈ കഥ. ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് അത്യാഗ്രഹം കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ എന്താണെന്ന് മനസ്സിലാവും. എല്ലാവർക്കും ഈ കഥ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. നമസ്തേ.